എല്ലാ മച്ചന്മാർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എനിവേ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ആപ്പ് അങ്ങനെ ബിൽഡ് ചെയ്യാം. ഒരു കോഡിംഗ് ഒരു സംഭവമൊന്നും ഇല്ലാതെ 5 മിനിറ്റ് ഉള്ളിൽ ചെറിയ സമയത്തുള്ളിൽ നമുക്ക് എങ്ങനെ ആപ്പ് ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ ചെക്ക് എന്താ പറയുന്നത്, 5 മിനിറ്റിനുള്ളിൽ കോഡിംഗ് സംഭവമൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ആപ്പ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ആപ്പ് ഉണ്ട്. ആപ്പ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് കോഡിങ്ങോ സംഭവമൊന്നും ഇല്ലാതെ നമുക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കിയ ആപ്പ് പ്ലേ സ്റ്റോർ അങ്ങനെയുള്ള ഓരോ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് മണി ഏൺ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ എല്ലാം നമുക്ക് എന്ത് വേണം, ഒരു പെയ്ഡ് മെമ്പർഷിപ്പ് ആവശ്യമുണ്ട്. പെയ്ഡ് മെമ്പർഷിപ്പ് $75 അത്രേ ഉള്ളൂ, ചെറിയ പൈസയാണ്. $75 ചെറിയ പൈസയാണ്. $75 ഒരു മെമ്പർഷിപ്പ് നമ്മൾ പേ ചെയ്ത് വാങ്ങിയാൽ നമുക്ക് ഉണ്ടാക്കിയ ആപ്പെല്ലാം നമുക്ക് അതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ആവുന്നല്ല, നമുക്ക് എങ്ങനെയാണ് ഈ ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും പോയി കാണാം നമുക്ക് എങ്ങനെയാണ് ആപ്പ് ബിൽഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് ആപ്ലിക്കേഷനാണ്. കാരണം നിങ്ങൾ ആപ്പറിനാണ് ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടത്. ഈ കോഡിങ്ങോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണിത്. അപ്പോൾ സൈസ് എന്ന് വെച്ചാൽ 15 MB അങ്ങനെ സൈസുള്ളൂ. ഇതിൻ്റെ സൈസ് 15 MB ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരെ പെയ്ഡ് മെമ്പർഷിപ്പ് വേണം. വെച്ച് $75 അങ്ങനെ സംതിങ് $75 ആയിട്ടുള്ള മെമ്പർഷിപ്പാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയ ആപ്പുകൾ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ആയത് തന്നെ ഇങ്ങനെ കൂളായ സംഭവം വരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ലാംഗ്വേജ് അടിച്ചു കൊടുക്കുക. ഇംഗ്ലീഷ് എടുക്കുക. എന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ എടുക്കുക. ഞാൻ രജിസ്റ്റർ ചെയ്തിനി. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് സൈൻ ചെയ്യുക. സൈൻ എടുത്താൽ പാടണേ ഞാനിപ്പോൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്ത് കൊടുക്കുക, പ്ലസ് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വരിക. നെയിം, പിന്നെ ഐക്കൺ നെയിം, പിന്നെ ഐക്കണ്, പിന്നെ കാറ്റഗറി ആക്കി കൊടുക്കണം. പിന്നെ ക്രിയേറ്റഡ് ബൈ നമ്മൾ നെയിം, പിന്നെ ലാംഗ്വേജ് വേണം, ആപ്പ് ഏത് ലാംഗ്വേജിലാണ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ, ആപ്പിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന കാറ്റഗറി എടുക്കുക, ഇഷ്ടപ്പെടുന്ന കാറ്റഗറി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വേണ്ടുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ആപ്പ് ഉണ്ടാക്കുന്ന ഒരു നെയിം അടിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ആദ്യം തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഫോം വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫില്ല് ചെയ്ത് കൊടുക്കുകയേ വേണ്ടൂ. ഇപ്പോൾ ഞാൻ ഡാഷ് എന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ലോഡിങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ ആദ്യത്തെ ശരിയായ സ്റ്റേജ് കഴിഞ്ഞ് തന്നെ പറയാം. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ആപ്പിന് എന്ത് കളർ വേണം അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് യെല്ലോ വേണോ ആണല്ലേ ആപ്പിന്, അത് ആ മേലത്തെ സൈഡിൽ യെല്ലോ വേണോ ഗ്രീൻ വേണോ നോക്കുക. അപ്പോൾ നമുക്ക് ഡാർക്ക് കളർ വേണമെന്ന് പറയണം. അപ്പോൾ ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ എടുത്ത് കൊടുക്കുക. ഡാർക്ക് കളർ വരും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് പോലത്തെ ആ കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐക്കണും കൊടുക്കണം, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും, ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും വേണം. ഇവിടെ ഐക്കണ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അതെല്ലാം സെലക്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ലോഗോ സെലക്ട് ചെയ്തതിൽ ഇങ്ങനെ തന്നെ ഒരു വിൻഡോയിലൊക്കെ വരിക. ലോഗോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ലോഗോ വരും. അപ്പോൾ നമ്മൾ അടുത്ത ആയി കൊടുക്കുക. ലോഗോ ആയിക്കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ബ്ലാക്ക് കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടുന്ന സൈസ് എടുക്കുക. ഇപ്പം 9:16 എടുത്തത്. അപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഒന്ന് താത്തി കൊടുക്കുക. ഓക്കെ, താത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സംഭവം സെറ്റായി. ആപ്പിൻ്റെ ലോഗോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ലോഡിങ് ആവും. ഓക്കെ, നമ്മൾ ആ ലോഡിങ് സെക്ഷൻ കഴിഞ്ഞാൽ ഈ അടുത്ത വരുന്നത് വെച്ചാൽ ലാസ്റ്റ് സെക്ഷനാണ്. ആപ്പിൻ്റെ ലാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന സെക്ഷൻ ആക്കാൻ പോകുന്ന മെനു സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആപ്പിന് മെനു
നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മെനു എങ്ങനെ ഉണ്ടാവണമെന്നാണ് നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് സ്റ്റൈൽ വേണം നിങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റൈൽ വേണോ, പലതരം സ്റ്റൈലുണ്ട്. ഇത് കാണില്ലേ നിങ്ങൾ, ഇതിൻ്റെ ഓപ്ഷൻസ് താഴെ വരുന്ന രീതിയിൽ കാണുന്നുണ്ടാവും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ, പിന്നെ സൈഡ് ബാറിൽ വരുന്ന രീതിയിൽ, അങ്ങനെല്ലാം നമുക്കുള്ളത്. നമുക്ക് ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എടുക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് എടുക്കുക, എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ MT എന്ന സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വെച്ചാൽ ആ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ആപ്പ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് എടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു വേറെ സ്ഥലത്തേക്ക് ഇതാണല്ലേ ഓരോരോ സൈറ്റ് അല്ലെങ്കിൽ ഓരോരോ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളെ ഓരോരോ കാറ്റഗറിയാണ് ആപ്പിലുള്ള കാറ്റഗറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ആപ്പിലുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ എപ്പോൾ വീഡിയോ ഇടുന്നു ആ വീഡിയോ എല്ലാം ഈ ആപ്പിലേക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇടാവുന്ന ഈ മീഡിയ പ്ലെയർ വേണ്ട, എന്താ ഫീഡ് കണക്റ്റേഴ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ട്വിറ്റർ ഉണ്ട്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ആണല്ലേ, എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വിക്കിപീഡിയ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്നാ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തതിന് അതിൻ്റെ നമ്മളെ യൂസർ നെയിം, യൂട്യൂബിൽ നമ്മളെ അക്കൗണ്ട് നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൻ്റെ ലിങ്കൊന്നും അടിച്ചു കൊടുക്കണ്ട, വെറും നിങ്ങൾ യൂസർ നെയിം, യൂട്യൂബിൻ്റെ നെയിം അടിച്ചു കൊടുത്താൽ. അതുപോലെ തന്നെ ഇൻസ്റ്റ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റേൻ്റെ നിങ്ങളെ ലിങ്കൊന്നും കൊടുക്കണ്ട, ഇൻസ്റ്റേ നിങ്ങളെ പേരെന്താണ് അതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ID നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിമില്ലേ ആ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതാ വേണ്ടും. വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതേ ഈസിയായ സംഭവങ്ങളാണ്. ഇപ്പോൾ ഡൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ലാബിൽ കൊടുക്കണം, ഇവിടെ ലാബിൽ കൊടുക്കണം. നമ്മളിപ്പോൾ യൂട്യൂബ് അല്ലേ, അതുകൊണ്ട് നമുക്ക് YT കൊടുക്കാം. ഓക്കെ, യൂട്യൂബ് കൊടുക്കുക നമ്മളിതാ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്, കാണില്ലേ. ഈസിയായ സംഭവമാണ് ഇതില്ല. അപ്പോൾ ഓക്കെ, ഇത് ഡൺ കൊടുക്കുക. അടുത്ത നമുക്ക് അടുത്ത ഓപ്ഷൻ നമുക്ക് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ നമുക്ക് അടുത്ത ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലും എടുക്കാം അല്ലേ, അതൊരു ഈസിയായ സംഭവം അല്ലേ. ഓക്കെ, നമുക്ക് ഇതാ എക്സ്റ്റേൺ ലിങ്ക്സ് ഇതാ ഫീഡ് കണക്റ്റേഴ്സ് എടുക്കുക. ഈസിയാണ്. ട്വിറ്റർ വേണ്ട, ഫേസ്ബുക്ക് വേണോ ഇൻസ്റ്റ വേണോ, നമുക്ക് ഇൻസ്റ്റയിൽ എടുക്കാം അല്ലേ. ഇൻസ്റ്റ എടുക്കുക, ഇൻസ്റ്റ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അക്കൗണ്ട് നെയിം സെലക്ട് ആക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റ പേര് ഉണ്ടെങ്കിൽ ഹെല്ലർ ഡ്യൂഡ് എന്നാണ്. അപ്പം നിങ്ങൾ ആരും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഹെല്ലർ ഡ്യൂഡാണ് എൻ്റെ ഇൻസ്റ്റ നെയിം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണൂല കേട്ടോ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിൻ്റെ മറ്റേ ഇത് വരുന്നില്ല. അവിടെ ഹെല്ലർ ഡ്യൂഡ് എന്നാണ്. നോക്കട്ടെ ഞാൻ നോക്കാം. ഓക്കെ, അതായിട്ടുണ്ട്. അയ്യോ, ഇത് ഒരു വര വരുമ്പോൾ ഒരു വര പോകുന്നത് എന്തിട്ടാണ് സംഭവം, ഇതിൻ്റെ ബഗ്ഗാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഇതായിട്ടുണ്ട്. നമുക്ക് ഇവിടെ MT അതിൻ്റെ ടൈറ്റിലിൻ്റെയൊക്കെ ഇൻസ്റ്റാ അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കാണില്ലേ, നമ്മൾ ആക്കിയ പാടിനെ നമ്മൾ എൻ്റെ പോസ്റ്റെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അതിൻ്റെ ലിങ്കിൽ ഞാൻ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വണ്ടി ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ സംഭവം ഇതെല്ലാം ആയി. ഓക്കെ, ഡൗൺലോഡ് കൊടുക്കുക. അതായി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ഇമെയിലായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളാണല്ലോ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇമേജ് സ്ക്രീൻസ് എല്ലാം ഉണ്ട്, ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഇൻറ്ററാക്റ്റീവ് മാപ്പ്, നിങ്ങളെ ലൊക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മീഡിയ പ്ലെയർ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസിൻ്റെ ലിങ്ക്, ഇപ്പോൾ മീഡിയ പ്ലെയർ കാണിച്ചു തരണമെങ്കിൽ മീഡിയ എടുക്കുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതാ മൂന്ന് എടുക്കുക. അപ്പം നിങ്ങൾ ലിങ്ക് വീഡിയോൻ്റെ ID നമുക്ക് അടിച്ചു കൊടുക്കണം, അത് എന്നാലേ വരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്ന വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാം. എക്സ്റ്റേണൽ ലിങ്ക്സ് ഒക്കെ നമുക്ക് ഇതെടുത്ത് നോക്കാം. നമുക്ക് നമ്മളെ ഫോൺ നമ്പർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് മെയിൽ ID വേണമെങ്കിൽ മെയിൽ ID ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളെ മെയിൽ ID ആഡ് ചെയ്യാം. ഇവിടെ മെയിൽ അല്ലെങ്കിൽ കോൺടാക്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് ഓക്കെ,
അപ്പോൾ നമ്മളിതാ ആപ്പെല്ലാം റെഡിയാക്കി ഇത്ര ആയി കൊടുത്തതായിരിക്കും. ഇതെല്ലാം ആയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പബ്ലിഷ് നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഷെയ്ക്ക് ചെയ്യണം. ഓക്കെ, ലോഡിങ് ആവുന്നുണ്ട്. നോക്കാം നമുക്ക് ആപ്പ് എങ്ങനെയുണ്ട് നോക്കാം, ഉണ്ടാക്കിയ ആപ്പ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കാണണ്ടേ, അപ്പോൾ ഇതാണ് നമ്മളെ ആപ്പ്. നമുക്ക് ഇപ്പോൾ നമ്മളെ ഓപ്ഷൻ എടുത്ത് നോക്കാം, യൂട്യൂബ് എടുത്ത് നോക്കാം, വരുന്നുണ്ട് നോക്കാം. അപ്പോൾ കാണില്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് എത്ര ലൈക്ക് കിട്ടി, എത്ര വ്യൂവേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാം ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട് ഗൈസ്, എല്ലാം ഇതിനകത്ത് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെറ്റായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഈ ക്വാറൻറ്റൈൻ ഡേയ്സ് അല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഞാൻ ആപ്പെല്ലാം ഉണ്ടാക്കി നോക്കാം ഗൈസ്. അപ്പോൾ അത് കാണില്ലേ, ഇവരെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിലറ്റ്. ഓക്കെ, നമുക്ക് പബ്ലിഷ് ചെയ്യാം അല്ലേ, പബ്ലിഷ് ചെയ്ത് നോക്കാം. ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മളെ ആപ്പ് ആയിട്ടുണ്ട്, നിങ്ങളാണില്ലേ, വ്യൂ ആപ്പ്. അപ്പോൾ നമ്മൾ ഇത് പെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് നേരെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതാണ് എൻ്റെ ആപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ ആപ്പ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, നമുക്ക് ആപ്പ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെയർ ആയ ലിങ്ക് നമുക്ക് ഇവരെന്നെ ലിങ്ക് തരും. ലിങ്ക് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിലൊക്കെ. അപ്പോൾ നമ്മൾ ലിങ്ക് നമുക്ക് എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടോ പറയാൻ പറ്റില്ല അല്ലേ. വ്യൂ ആപ്പ് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് നേരെ ക്രോമിലേക്കാണ് പോവുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, എന്താണെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നമുക്കിത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പെയ്ഡ് മെമ്പർഷിപ്പ് ആവശ്യമാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ആ ലിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, വ്യൂ ആപ്പ് അടിച്ചു കൊടുത്താൽ നമ്മൾ എടുത്തൊക്കെ പോകുക വെച്ചാൽ നേരെ ക്രോമിലേക്ക് പോകും. പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സംഭവത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ക്രോമിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുക. അതിൻ്റെ ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ചു കൊടുക്കുക. ആപ്പിൻ്റെ നെയിം ഇടുക, ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ആഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഷോർട്ട് കട്ട് ഓഫ് ആപ്പ് ഈസ് ആഡഡ് ടു യുവർ ഹോം സ്ക്രീൻ. ഓക്കെ ഗൈസ്, നമുക്ക് ആപ്പ് ഉണ്ടോ നോക്കാം പോയിട്ട്. ഇതാണല്ലേ നമ്മളെ ആപ്പ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാ ഗൈസ്, നമ്മൾ ഇതാ സിമ്പിളായിട്ട് ഇത് ഇപ്പോൾ വീഡിയോ തന്നെ ഒരു 7 മിനിറ്റ് നമ്മൾ വീഡിയോ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ താഴെ നമുക്ക് എന്തായാലും ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് കോഡിങ്ങോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ആപ്പ് എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് ആപ്പ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കാണില്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ്, മേഘം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും അടുത്ത തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.